പൂക്കോട് വെറ്റിനറി സർവകലാശാല ക്യാമ്പസിൽ സിദ്ധാർത്ഥനെ കൊന്നു കെട്ടിത്തൂക്കിയ കൊലയാളികൾക്ക് ആ ക്യാമ്പസിൽ ഇടിമുറികളുണ്ട്. വിചാരണ കോടതിയും വിധി പ്രസ്താവങ്ങളുമുണ്ട്. മരണശിക്ഷ ഉറപ്പാക്കാൻ രക്തം തണുത്ത ആരാച്ചാർമാരുടെ നിര തന്നെയുണ്ട്. അവരുടെ സിരകളിൽ വീര്യം പടർത്തുന്ന ലഹരിയുണ്ട്. സിദ്ധാർത്ഥനെ ഷട്ടിൽ കോർട്ടിലാണ് ആ ക്രിമിനലുകൾ വിചാരണ ചെയ്തത്. ശരീരത്തിൽ നൂലിഴ ബന്ധമില്ലാതെ അവനെ പോസ്റ്റിൽ കെട്ടിയിട്ടു. SFIയുടെ ഗുണ്ടകൾ അവനെതിരെയുള്ള കുറ്റപത്രം വായിച്ചു. ഓരോ കുറ്റത്തിനും ആരാച്ചാർമാർ അവനെ വേദനിപ്പിച്ചു രസിച്ചു. ഒരിറ്റ് ദാഹജലത്തിന് അവൻ കേണപ്പോൾ SFIയുടെ യൂണിറ്റ് സെക്രട്ടറി അവന്റെ മുഖത്ത് മൂത്രമൊഴിച്ചു. ഇതൊക്കെ നടക്കുമ്പോഴും ഈ ക്രിമിനലുകൾക്ക് ഒത്താശയുമായി ആ കോളേജിൽ ജീവനക്കാർ മൗനം പാലിച്ചു. 3 ദിവസം ഭക്ഷണം കിട്ടാതെ, വെള്ളം കിട്ടാതെ ആ കൗമാരക്കാരൻ SFIക്കാരാൽ അതിക്രൂരമായി റാഗ് ചെയ്യപ്പെട്ടു. ഉത്തരേന്ത്യയിൽ അല്ല, പ്രബുദ്ധ കേരളം എന്ന് അവകാശപ്പെടുന്ന നമ്മുടെ ഈ മണ്ണിലാണ്. പ്രിയപ്പെട്ട മാതാപിതാക്കളെ, സിദ്ധാർത്ഥന്റെ സ്ഥാനത്ത് നിങ്ങൾ നിങ്ങളുടെ കുഞ്ഞുങ്ങളെ ഒന്ന് സങ്കല്പിച്ചു നോക്കൂ. അച്ഛനെയും അമ്മയെയും വിളിച്ച് അവൻ വാവിട്ട് കരഞ്ഞിട്ടുണ്ടാവും. നിങ്ങളുടെ മക്കൾ അങ്ങനെ കരയുന്നത് ആലോചിച്ചു നോക്കൂ. അവന്റെ കരച്ചിൽ കേൾക്കുമ്പോൾ ഒരു തുള്ളി കണ്ണീർ വന്നിട്ടില്ല ആ കൊലയാളികളുടെ കണ്ണിൽ നിന്ന്. പകരം അവന്റെ മുഖം അവരടിച്ചു പൊട്ടിച്ചിട്ടുണ്ടാവും. എവിടെയോ ആരുടെയോ വീട്ടിൽ നടന്ന ഒരു സംഭവമായി നിങ്ങൾ ഇതും മറന്നുകളയാൻ പോവുകയാണോ? നിങ്ങളുടെ മൗനം എത്ര ക്രൂരമാണെന്ന് നിങ്ങൾ അറിയുന്നുണ്ടോ മലയാളികളെ? സിദ്ധാർത്ഥന്മാർക്ക് വേണ്ടി സംസാരിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ നാളെ നിങ്ങൾക്ക് ഈ അവസ്ഥ ഉണ്ടായാൽ ആരുണ്ടാവും കൂടെ? ആ അച്ഛനെ നിങ്ങൾ ഒന്ന് കേൾക്കൂ. ഈ മകനു വേണ്ടി ഒരു ആയുസ് മുഴുവൻ അധ്വാനിച്ച് അവൻ നല്ല നിലയിൽ തിരിച്ചു വരുന്നത് കാണാൻ കാത്തിരുന്ന അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീർ നിങ്ങൾ ഒന്ന് കാണൂ. നിങ്ങളുടെ കുട്ടികൾ പഠിക്കാൻ പോകുന്നുണ്ടോ? അവർ പഠിക്കുന്ന കലാലയങ്ങളിൽ SFI പോലെയുള്ള ഗുണ്ടാ സംഘങ്ങൾ ഉണ്ടോ? അവർ കൊല്ലപ്പെടില്ലെന്ന് എന്തുറപ്പാണ് നിങ്ങൾക്കുള്ളത്? പത്രങ്ങളിലും നവമാധ്യമങ്ങളിലും ഇടതു പേനയുന്തികൾ എഴുതി വിളിപ്പിക്കുന്ന മുഖമല്ല ക്യാമ്പസുകളിലെ SFIയുടേത്. ആ സത്യം ഇനിയെങ്കിലും വിദ്യാർത്ഥികളും രക്ഷിതാക്കളും തിരിച്ചറിയണം. വിദ്യാർത്ഥികളെ അതിക്രൂരമായി ലഹരിക്കടിമയാക്കി ജീവിതം നശിപ്പിക്കുന്ന ക്രിമിനലുകളുടെ കൂട്ടമാണ് ഇന്ന് SFI. അങ്ങനെയൊരു സംഘത്തിനെയാണ് CPM എല്ലാ കാലത്തും ക്യാമ്പസുകളിൽ വളർത്തിയെടുത്തിട്ടുള്ളത്. പ്രിയപ്പെട്ട അച്ഛനമ്മമാരെ, നിങ്ങളുടെ കുട്ടികൾ സുരക്ഷിതരായിരിക്കുവാൻ SFI പോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളിൽ നിന്ന് സുരക്ഷിത അകലം പാലിക്കണമെന്ന് പറഞ്ഞു പഠിപ്പിച്ചു തന്നെ കോളേജുകളിൽ വിടണം. സിദ്ധാർത്ഥന്റെ അച്ഛൻ്റെയും അമ്മയുടെയും കണ്ണീരിനൊപ്പം ഹൃദയം കൊണ്ട് നമുക്ക് ചേർന്ന് നിൽക്കാൻ കഴിയണം. ആ കണ്ണീര് ഒപ്പേണ്ടത് നമ്മൾ ഉയർത്തുന്ന പ്രതിഷേധ കൊടുങ്കാറ്റ് കൊണ്ടായിരിക്കണം. ആ കുടുംബത്തിന്റെ നീതി എന്ന് പറയുന്നത് ഇതുപോലെയുള്ള തീവ്രവാദ പ്രസ്ഥാനങ്ങളുടെ അന്ത്യം കുറിക്കുന്ന നല്ല നിമിഷങ്ങളായിരിക്കണം. വരൂ, നമുക്കൊന്നു ചേരാം. ഷട്ടിൽ കോർട്ട് വിചാരണ നടത്തി SFIക്കാർ കൊന്നു കെട്ടിത്തൂക്കിയ സിദ്ധാർത്ഥന്റെ നീതിക്ക് വേണ്ടി നമുക്ക് പൊരുതാം. SFIയുടെ ഇടിമുറികൾ കേരളത്തിന്റെ കലാലയങ്ങളിൽ നിന്ന് നമുക്ക് അവസാനിപ്പിക്കാം.